കഴിഞ്ഞ ദിവസം നമ്മുടെ പിലാത്ര ഹോപ്പിലെ കല്യാണം ഒരുക്കുകയാണ് നിങ്ങളീ കാണുന്നത്. അതിനിടയിലാണ് ഈ കുട്ടികളെ ഞാൻ ശ്രദ്ധിച്ചത്. അവർ ചെയ്യുന്ന ആക്ടിവിറ്റിയും നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിങ്ങളുടെ സ്ഥലം ഇപ്പോൾ ചന്തപുരയാ? ഇതെന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബർത്ത്ഡേ സെലിബ്രേഷൻസ്, ഇവൻറ്റുകൾ, ബലൂൺ അങ്ങനത്തെ എല്ലാം വർക്കല്ല. അഫ്സീറ അല്ലേ കുട്ടിയോ? സഫീറ. ഇങ്ങനെ രണ്ടും കൂടിയിട്ടുള്ളതാണോ അല്ല കസിൻസ് ആണ്? ഓക്കെ. പഠിക്കുന്നു? എന്താ പഠിക്കുന്നത്? MLTയാ? PG ചെയ്യുന്നു? ഏതിൻ്റെ? MA ഇംഗ്ലീഷ്. എവിടെ? സെൻറ്റ് ജോസഫിലാണോ? നമ്മളറിയില്ലല്ലോ. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുള്ള വലിയൊരു ശ്രമമാണ് ശരിക്കും ഹോപ്പിൽ കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയാസിൻ്റെ കെയർ ഓഫിൽ, നമ്മുടെ പിലാത്രയിലുള്ള റിയാസ് ഉണ്ടല്ലോ, ഹോപ്പ് റിയാസ്. അപ്പോൾ റിയാസിൻ്റെ കെയർ ഓഫിലാണ് ഈ കുട്ടികൾ ഇവിടെ വന്നിട്ട് വർക്കുകൾ ചെയ്യുന്നത്. ഇവർ ഇത്ര ഇവൻറ്റുകൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സെൻറ്റ് ജോസഫ് കോളേജിലെ കുട്ടികളാണ്. MA ഇംഗ്ലീഷിന് പഠിക്കുന്ന കുട്ടിയാണ്. ഈ പാർട്ട് ടൈം സംരംഭകരെ ശരിക്കും കോളേജ് അധികൃതർ അറിയാമെങ്കിൽ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമാണ്. കാരണം നമുക്ക് എത്രത്തോളം കുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട് അല്ലേ. ഇപ്പോൾ ഞാനാണെങ്കിൽ പാർട്ട് ടൈം ജോലി കുട്ടികൾ ചെയ്യണം എന്ന് വാശി പിടിക്കുന്ന ആളാണ്, പലപ്പോഴും ശ്രമിക്കാറുമുണ്ട്. അതിൽ മറ്റൊരു സന്തോഷം, നമ്മുടെ ഈ ഒരു കൂടെയുള്ള ആ ഒരു കൊച്ചുമിടിക്ക് നമ്മുടെ ആർച്ചി കേസിൻ്റെ സ്റ്റുഡൻ്റാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പരിചയപ്പെടുത്തി. +2 കാലം കഴിഞ്ഞ സമയത്ത് ഞങ്ങളുടെയൊക്കെ വന്ന് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അതും വലിയൊരു സന്തോഷമാണ്. ഞാൻ എല്ലാ കുട്ടികളും കാണുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി സമയം ബാക്കിയുണ്ടാവും, ആ സമയത്ത് ജോലി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കൂടിയാണ് എന്നറിഞ്ഞതിൽ സന്തോഷം. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫിക്കേഷൻ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും. അതോടൊപ്പം തന്നെ ഈ കുട്ടികളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ കല്യാണം അല്ലേ. കല്യാണത്തിനിടയിൽ രാവിലെ തന്നെ അമ്മമാരൊക്കെ അമ്പലത്തിൽ പോകുന്ന കാഴ്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണെങ്കിൽ ബിരിയാണി നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചെയർ നടക്കുന്നുണ്ട്. അപ്പോഴേക്കും കുട്ടികൾ പണിയൊക്കെ തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. സോ ചെറിയൊരു സമയം കൊണ്ട് തന്നെ കുട്ടികൾ അത്യാവശ്യം പണിയൊക്കെ തീർത്ത് കഴിഞ്ഞ് അവർ തിരിച്ച് യാത്ര പോവുകയാണ്. എന്നോട് സലാം പറഞ്ഞ് യാത്ര പോയി. അപ്പോൾ ഇതൊക്കെയാണ് സംരംഭം എന്ന് പറയുന്നത്. അവരുടെ സ്ഥാപനത്തിൻ്റെ വിസിറ്റിംഗ് കാർഡും നമ്പറും ഞാൻ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ ചെറു സംരംഭകർക്ക് എല്ലാവിധ ആശംസകളും പിലാത്രയോടൊപ്പം നേരുകയാണ്. സോ മക്കളെ, പ്രൗഡ് ഓഫ് യു. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ കുട്ടികൾ. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ ഹരിത രമേശേട്ടൻ കൊടുത്ത പൂക്കളുമായിട്ട് റിയാസ് വരുന്നത്. റിയാസും പ്രിയേഷേട്ടനും കൂടിയിട്ട് അതിഗംഭീരമായിട്ട് അവരുടെ വക ഒരു നാച്ചുറൽ ഫ്ലവേഴ്സ് കൊണ്ടുള്ള മറ്റൊരു ബ്യൂട്ടിഫിക്കേഷൻ വർക്കുകൾ കൂടി നടന്നു. സോ അതിനുശേഷം കല്യാണം ഭംഗിയാക്കാൻ കൂടെ നിന്ന എല്ലാ ചങ്കുകൾക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിച്ചുകൊണ്ട് തൽക്കാലം ഇടവാങ്ങുന്നു. അപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഇവൻറ്റുകളോ സെലിബ്രേഷൻസോ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ മറക്കണ്ട, അവർ സംരംഭത്തെയും മറക്കണ്ട. അപ്പോൾ വിവാഹിതരായ പ്രിയപ്പെട്ട രാധികയ്ക്കും പ്രജിലിനും എല്ലാവിധ മംഗളാശംസകളും